ചോദ്യമാണ് ഇൻസേർട്ട് കറക്റ്റ് മാത്തമാറ്റിക്കൽ യൂസിങ്. ഇവിടെ 4 സംഖ്യകൾ കൊടുത്തിട്ടുണ്ട്. 18, 2, 4, 13. ഇനി ഇവിടെ 18നും 2നും ഇടയ്ക്കൊരു ബ്ലാങ്ക് സ്പേസ് ഉണ്ട്, 2നും 4നും ഇടയ്ക്കൊരു ബ്ലാങ്ക് സ്പേസ് ഉണ്ട്. അപ്പോൾ ഈ 2 ബ്ലാങ്ക് സ്പേസിലും യഥാക്രമം 2 മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ് കൊടുക്കുമ്പോൾ നമുക്ക് ഉത്തരം 13 കിട്ടണം. അപ്പൊ ഏതൊക്കെയാണ് ആ 2 മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ്? അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഓരോ ഓപ്ഷനായിട്ട് ചെക്ക് ചെയ്ത് നോക്കുക. അതുപോലെ ഓരോ ഓപ്പറേഷൻസ് ചെയ്യുമ്പോഴും നിങ്ങൾ ബോഡ്മാസ് റൂൾ കൂടി ഫോളോ ചെയ്യുക. അപ്പൊ നമുക്ക് ആദ്യത്തെ ഓപ്ഷൻ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പൊ ആദ്യത്തെ ഓപ്ഷൻ പ്രകാരം ഇവിടെ ആദ്യം വരേണ്ടത് ഇൻറ്റുവും രണ്ടാമത് വരേണ്ടത് പ്ലസ്സും ആണ്. ഇനി നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. ഇനി ബോഡ്മാസ് റൂൾ പ്രകാരം ആദ്യം നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തതിന് ശേഷമാണ് ആഡ് ചെയ്യേണ്ടത്. ഇതാ നോക്കിക്കോ, ഇവിടെ മൾട്ടിപ്ലൈ ആണ് ആദ്യം വന്നേക്കുന്നത്, പിന്നെയാണ് നമ്മൾ ആഡ് ചെയ്യേണ്ടത്. അപ്പൊ 18 × 2 എത്രയാണ്? 36 ആണ്. 36 + 4 40. പക്ഷെ നമുക്കിവിടെ കിട്ടിയേക്കുന്ന ഉത്തരം 13 ആണ്. അപ്പോൾ ഓപ്ഷൻ എ പോസിബിൾ അല്ല. അപ്പൊ ഇത് ഞാൻ റബ്ബ് ചെയ്യുവാണ്. ഇനി ഓപ്ഷൻ ബി ചെക്ക് ചെയ്യുകയാണ്. ആദ്യം ഓപ്ഷൻ ബിയിൽ വന്നേക്കുന്നത് ഡിവിഷന്റെ സൈൻ ആണ്. ഇവിടെ ഡിവിഷന്റെ സൈൻ കൊടുക്കുക. പിന്നെ വന്നേക്കുന്നത് ഇൻറ്റു ആണ്. ഈ ബോഡ്മാസ് റൂൾ പ്രകാരം ആദ്യം ഡിവൈഡ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. അപ്പോ 18 ÷ 2 എത്രയാണ്? 9 ആണ്. 9 × 4 എത്രയാണ്? 36 ആണ്. പക്ഷെ ഇവിടെ ആൻസർ 13 ആണ്. അപ്പോൾ ഓപ്ഷൻ ബിയും റോങ് ആണ്. അടുത്തത് ഓപ്ഷൻ സി. ഓപ്ഷൻ സി പ്രകാരം 18 × 2 - 4. ബോഡ്മാസ് റൂൾ നോക്കുക. ആദ്യം മൾട്ടിപ്ലൈ ചെയ്തതിന് ശേഷമാണ് പിന്നെ എന്ത് ചെയ്യേണ്ടത്? സബ്ട്രാക്ട് ചെയ്യേണ്ടത്. 18 × 2 ആദ്യം ചെയ്യുക. അപ്പൊ 36 കിട്ടും. 36 ൽ നിന്ന് 4 മൈനസ് ചെയ്യുമ്പോൾ 32 കിട്ടും. പക്ഷെ നമുക്ക് ഇവിടെ കിട്ടിയേക്കുന്ന ആൻസർ 13 ആണ്. ഓപ്ഷൻ സിയും റോങ് ആണ്. അപ്പൊ നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം ഓപ്ഷൻ ഡി ആണ്. എങ്കിലും ഡി നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പൊ ഓപ്ഷൻ ഡി പ്രകാരം ആദ്യം ഡിവിഷനും പിന്നെ അഡീഷൻ ഇടുന്നത്. ഇവിടെ നോക്കുക, ഡിവൈഡ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ആഡ് ചെയ്യേണ്ടത്. അപ്പൊ 18 ÷ 2 എത്രയാണ്? 9 ആണ്. 9ന്റെ കൂടെ 4 കൂട്ടുമ്പോൾ 13 കിട്ടും. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. അപ്പൊ ഇപ്പൊ ചെയ്ത അതേ മോഡലിലുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് ഞാൻ ഈ ബോർഡിൽ എഴുതിയിട്ടേക്കുന്നത്. നിങ്ങൾ ചെയ്യേണ്ട ഇത്ര മാത്രം. ഇപ്പൊ നിങ്ങൾ ഈ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുന്ന വീഡിയോ ഒന്ന് സ്റ്റിൽ അടിക്കുക, എന്നിട്ട് ഇത് സ്ക്രീൻഷോട്ട് എടുക്കുക, എന്നിട്ട് വർക്ക്ഔട്ട് ചെയ്തിട്ട് കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ നിങ്ങൾ കമന്റ് ചെയ്യുക.